ജാൻമീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. ഭിന്നശേഷി സൗഹൃദ പൊതു ഇടങ്ങൾക്ക് വേണ്ടി ഭിന്നശേഷി സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു. ഭിന്നശേഷി സൗഹൃദ പൊതു ഇടങ്ങൾ സൃഷ്ടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇസ ഫൗണ്ടേഷനും DTPC മലപ്പുറവും സംയുക്തമായി സ്നേഹതീരം വളണ്ടിയർ വിംഗ്, AKWRF, പരിവാർ കേരള, വനിതാ ശിശുക്ഷേമ വകുപ്പ്, ഹെൽത്ത് ബ്രിഡ്ജ് ഫൗണ്ടേഷൻ, പർവാസ് ഫൗണ്ടേഷൻ എന്നീ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് തിരൂർ പടിഞ്ഞാറേക്കര ബീച്ചിൽ ബീച്ച് ഫോർ ഓൾ ക്യാമ്പയിനിന്റെ 33ാമത് പതിപ്പ് വിജയകരമായി സംഘടിപ്പിച്ചു. ഇസ ഫൗണ്ടേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ സജി ഐസക് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. പടിഞ്ഞാറേക്കര ബീച്ചിൽ വീൽ ചെയറിലൂടെ കടന്നെത്താനാകുന്ന പാതയോടൊപ്പം സർവജന സൗഹൃദ പാർക്ക് നിർമ്മാണത്തിനായി ജില്ലാ പഞ്ചായത്തിൽ ബജറ്റ് വകയിരുത്തണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി റഫീഖ പ്രഖ്യാപിച്ചു. ഭിന്നശേഷി സൗഹൃദ പാർക്കിനു വേണ്ടി വിവിധ ഭിന്നശേഷി സൗഹൃദ കൂട്ടായ്മകളുടെ സഹകരണത്തോടെയാണ് ജില്ലാ പഞ്ചായത്തിന് മുമ്പാകെ രൂപരേഖ സമർപ്പിച്ചത്. പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീനിവാസൻ, മംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CP കുഞ്ഞുട്ടി, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ നസീബ, ഇസ ഫൗണ്ടേഷൻ പ്രോഗ്രാം മാനേജർ ജോർജ് MP, DTPC മാനേജർ സലാം താണിക്കാട്, ഇസ ഫൗണ്ടേഷൻ ജില്ലാ കോർഡിനേറ്റർ അബ്ദുൽ മജീദ് C, കിൻഷിപ്പ് ഡയറക്ടർ നാസർ കുറ്റൂർ, AKWRF രക്ഷാധികാരി അസ്ലം, പരിവാർ കേരള ജില്ലാ ജോയിന്റ് സെക്രട്ടറി സബ്ന, വനിതാ ശിശു വകുപ്പ് ബ്ലോക്ക് കോർഡിനേറ്റർ റംല ബീഗം, ഇസാഫ് ബാങ്ക് വെട്ടം ബ്രാഞ്ച് ഹെഡ് നിതിൻ ഷാജി, സ്നേഹതീരം ചെയർമാൻ സുധീഷ് നായത്ത് തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു സംസാരിച്ചു. ബീച്ച് ഫോർ ഓൾ ക്യാമ്പയിനിന്റെ ഭാഗമായി ഭിന്നശേഷി സുഹൃത്തുക്കളെ കടൽ തീരത്ത് എത്തിക്കുകയും ആഗ്രഹം ഉള്ളവരെ കടലിൽ ഇറക്കി അവരുടെ മാനസിക ഉല്ലാസത്തിന് വഴിയൊരുക്കുകയും ചെയ്തു. ഇതുപോലെ നമ്മൾ ബീച്ച് ഫോർ ഓൾ ക്യാമ്പയിൻ എന്ന രീതിയിൽ നമ്മുടെ മലപ്പുറം ജില്ലയിലെ വിവിധങ്ങളായിട്ടുള്ള തീരദേശ പ്രദേശങ്ങളിൽ ബീച്ചുകളിൽ വിവിധങ്ങളായിട്ടുള്ള ലക്ഷ്യത്തോടു കൂടി വിവിധങ്ങളായിട്ടുള്ള ആഗ്രഹത്തോടു കൂടിയിട്ട് നമ്മൾ ഇതുപോലെ വീണ്ടും വീണ്ടും ഒരുമിച്ചിരിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. പുതുതായിട്ട് നമ്മുടെ വേദിയിലേക്ക് കടന്നു വന്നിട്ടുള്ള ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. പലപ്പോഴും എന്താണ് ഈ ബീച്ച് ഫോർ ഓൾ ക്യാമ്പയിൻ അല്ലെങ്കിൽ എന്താണ് ബീച്ച് ഫോർ ഓൾ എന്നുള്ള കൺസെപ്റ്റ് പലർക്കും വളരെ ആശങ്ക ഉണ്ടാവും, എന്താണിതെന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം, ഇന്ന് നിങ്ങൾ ഇവിടെ എത്തിപ്പെട്ട ആ സാഹചര്യം എല്ലാന്നുണ്ടെങ്കിൽ ആ പ്രതിസന്ധി പലപ്പോഴും വളരെ വലിയതായിരിക്കും. നമുക്കറിയാം, ഇന്ന് ഈ പരിപാടി ഇത്രത്തോളം ആളുകളിലേക്ക് എത്തിക്കാനും ഇവിടെ എത്തിച്ചേർക്കാനും നമ്മൾ ഒരുപാട് പേരുടെ കഷ്ടപ്പാടുകളും ഒരുപാട് ആളുടെ പ്രയത്നങ്ങളും ഇതിന് പിന്നിലുണ്ടായിട്ട് നമ്മുടെ ഈ പരിപാടി വളരെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഇത് വളരെ മനോഹരമാക്കുന്നതിന് വേണ്ടി ഒരുപാട് ആളുകളുടെ പ്രയത്നം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, ഒരു കുട്ടി ഈ പരിപാടിയിലേക്ക് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനെ കണ്ട് പരിപാടി നമ്മൾ ചിലപ്പോൾ വിളിച്ചു പറഞ്ഞ് അവർ വണ്ടിയിട്ട് വന്ന, പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് ഭിന്നശേഷി സുഹൃത്ത് ഇവിടെ എത്തിച്ചേരണമെങ്കിൽ അതിന്റെ പിന്നിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ട്. അതിനുവേണ്ടി കഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട്. അവരെല്ലാവരെയും ഈ അവസരത്തിൽ ഇസ ഫൗണ്ടേഷന് വേണ്ടിയിട്ടും ഈ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടും ഞാൻ നന്ദി അറിയിക്കുന്നതോടൊപ്പം തന്നെ അവരെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. റഫീഖ മാഡത്തെ ഹൃദയപൂർവ്വം ഈ ബീച്ച് ഫോർ ഓൾ ക്യാമ്പയിനിലേക്ക് നിങ്ങൾക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. 1993 മുതൽ ഇന്ന് വരെ ഏകദേശം 33 വർഷമായിട്ട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വ്യത്യസ്തങ്ങളായ സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പദ്ധതിയാണ് ലിവബിൾ സിറ്റി പ്രോഗ്രാം എന്ന് പറയുന്ന ഇസ ഫൗണ്ടേഷന്റെ ഒരു പ്രത്യേക പ്രോജക്റ്റ്. ഇന്ത്യയിലെ 9 സിറ്റികൾ മാത്രം കേന്ദ്രീകരിച്ച് അതിൽ കേരളത്തിലെ 5 ജില്ലകൾ അല്ലെങ്കിൽ 5 സിറ്റികളെ അതിൽ ഉൾപ്പെടുത്തി 2008 മുതൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക പ്രോജക്റ്റാണ് ലിവബിൾ സിറ്റി പ്രോഗ്രാം. 2 ഗ്രാമപഞ്ചായത്തിന്റെ മംഗലം പഞ്ചായത്തിന്റെ അതിർത്തിയൊക്കെ ഇതിന്റെ തൊട്ടടുത്തുണ്ട്. ഒരു ബീച്ചിലേക്ക് നമ്മൾ സാധാരണയായി വരുന്നത് വിശേഷ ദിവസങ്ങളിൽ നമ്മൾ ആസ്വദിക്കുവാനും അതുപോലെ അല്ലെങ്കിൽ അവധി ദിനങ്ങൾ ആസ്വദിക്കാനും ഒക്കെയാണ് നമ്മൾ ബീച്ചിനകത്തേക്ക് വരുന്നത്. സാധാരണ നമ്മളെ പോലുള്ള ആളുകളൊക്കെ ഇത് വളരെ നല്ല രീതിയിൽ ബീച്ചിന്റെ പ്രകൃതിയായിരുന്നാലും അല്ലെങ്കിൽ മറ്റു വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊക്കെ പോയി ആ പ്രകൃതിയൊക്കെ ആസ്വദിച്ച് വരുന്ന ആളുകളാണ് നമ്മളൊക്കെ. പക്ഷെ ഭിന്നശേഷിക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് അല്ലെങ്കിൽ വീൽ ചെയറിനകത്തിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ ആ വീടിന്റെ 4 ചുമരുകൾക്കുള്ളിൽ മാത്രം അവര് കഴിഞ്ഞിരുന്നൊരു കാലമൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഇസാഫ് ഫൗണ്ടേഷൻ ഇതിന്റെ എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി നടത്തുന്ന ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഇന്നത്.
ഇവിടെ മലപ്പുറം ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമുക്കറിയാം ബജറ്റിനകത്ത് സംസ്ഥാന സർക്കാർ നമുക്ക് ഫണ്ട് തരുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ബജറ്റ് പ്രഖ്യാപിക്കുന്ന സമയത്ത് ഇത്ര കോടി രൂപ, അല്ലെങ്കിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്തിന് 100 കോടി രൂപ വരുമ്പോൾ അതിന്റെ ഇത്ര ശതമാനം തുക ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കണം. അങ്ങനെ മാറ്റിവെക്കുമ്പോൾ മാത്രമാണ് നമുക്ക് പദ്ധതികൾക്ക് DPC അല്ലെങ്കിൽ ജില്ലാ ആസൂത്രണ സമിതി അംഗീകാരം കൊടുക്കുന്നത്. നമുക്കറിയാം ഭിന്നശേഷിക്കാർക്ക് വേണ്ടി അല്ലെങ്കിൽ ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർക്ക് ഇത്ര ശതമാനം തുക നമ്മൾ മാറ്റിവെക്കുമ്പോൾ നിങ്ങൾ എന്ത് പ്രോജക്റ്റാണ് ഏറ്റെടുക്കുന്നത് എന്ന് ചിലപ്പോൾ ചോദിക്കേണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇത്രയും നല്ലൊരു പ്രോജക്റ്റ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി മാത്രം പറയുകയാണ്. എനിക്ക് എന്റെ കൂട്ടുകാരോട് പറയാനുള്ളത്, നമുക്കും വേണം ഒരിടം, വേണ്ടേ? നമുക്കും മനോഹരമായിട്ട് ഇടം ഈ ഭൂമിയിൽ വേണം. അതിനുള്ള ഒരുക്കങ്ങളാണ് ഇസാ ഫൗണ്ടേഷനും സ്നേഹതീരവും വീൽചെയർ റൈറ്റ് ഫെഡറേഷൻ ഫോർ കേരള പരിവാർ, അങ്ങനെ എല്ലാവരും ചേർന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു ഇടം സമ്മാനിക്കുക എന്നുള്ളതാണ്. ഇത് തന്നെ ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് ചേർന്നിരിക്കാൻ പറ്റിയ ഒരിടം. വർഷങ്ങള് ഇരുന്ന് നമ്മൾ ചെയ്തു വെച്ചൊരു സാധനമാണ്. എന്തായാലും നമ്മളെല്ലാവരും ചേർന്നിട്ട് പ്രവർത്തിക്കുക. തീർച്ചയായിട്ടും വർഷങ്ങൾക്കൊടുവിൽ നമുക്ക് ഈ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് നമ്മളിവിടെ കൂടുന്നത്. നമുക്ക് വേണം നല്ലൊരു മനോഹരമായ ഇടം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ കണ്ടതുപോലെയല്ല, മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. റാമ്പ് കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു ടോയ്ലറ്റ് അവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം. പിന്നെ ഈ ഒരു പ്രൊജക്ട് പ്രപ്പോസലിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, നസ്രക പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് ആളുകളായിട്ട് സംബന്ധിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാൻ പോയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് മാഡം നമ്മൾ ഈ ഒരു പ്രപ്പോസൽ ഉണ്ടാക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു പ്രപ്പോസൽ പഠിച്ച് നമ്മുടെ കൂടെ നമ്മൾ ആഗ്രഹിച്ചതുപോലെ ഉള്ള ഒരു ബാരിയർ ഫ്രീ ബീച്ച് എന്നുള്ളൊരു സംവിധാനം ഉണ്ടാക്കിയെടുക്കാൻ കൂടെ നിൽക്കണമെന്ന് അറിയിക്കുകയാണ്. ഞങ്ങൾക്കത് ഒന്ന് എൻജോയ്മെന്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ പാർക്കിൽ വന്നാലോ ഞങ്ങൾക്ക് ഒരു പാർക്ക് പോലും ഇല്ല. നമുക്ക് എന്തായാലും ഒരു പഞ്ചായത്തുകളിൽ ഒരു പഞ്ചായത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു 10 സെന്റിൽ ഞങ്ങളെ പോലത്തെ ആൾക്കാർക്ക് വന്നിരിക്കാൻ ഒരു ഇത് തുടങ്ങണം. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് ഇപ്പോൾ ഏറ്റെടുത്തെന്ന് പറഞ്ഞാൽ ജില്ലാ പഞ്ചായത്തിന്റെ ഈ ശ്രദ്ധയിൽ കൊണ്ടുവന്ന ഈ പദ്ധതി എത്രയും വേഗം പൂർത്തീകരിക്കട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. വീൽ ചെയറിലുള്ള കുട്ടികളെ കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ തുപ്പങ്ങോട് പഞ്ചായത്തിൽ നിന്ന് ബഡ്സ് സ്കൂളിൽ നിന്ന് എപ്പോഴും വരുന്നൊരു സ്ഥലമാണിത്. കുട്ടികൾക്ക് എപ്പോഴെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട്. അപ്പോഴൊക്കെ വീൽ ചെയറിലുള്ള കുട്ടികളെ കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നാസർഖാനോടൊക്കെ എപ്പോഴും സംസാരിക്കാറുണ്ട്, നമുക്ക് കടലിലേക്ക് വീൽ ചെയർ കൊണ്ടുപോകാനുള്ള എന്തെങ്കിലും പദ്ധതി തുടങ്ങണം എന്നുള്ളത്. ഭിന്നശേഷിയുള്ള വ്യക്തികളും അല്ലെങ്കിൽ സാധാരണക്കാരായ വ്യക്തികളും എന്ന് നമ്മളെ 2 തട്ടിലേക്കായിട്ട് നിർത്താനായിട്ട് പാടില്ല. അപ്പോൾ അതൊരിക്കലും നമ്മൾ ആരും തന്നെ, രാഷ്ട്രീയ പ്രവർത്തകരാണെങ്കിലും അല്ലെങ്കിൽ ഏത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണെങ്കിലും നമ്മൾ ജീവിക്കുന്ന നമ്മളെല്ലാവരും ആണെങ്കിലും 2 തട്ടിൽ അവരെ നിർത്താനായിട്ട് പാടില്ല എന്ന ചിന്താഗതിയുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇസാ ഫൗണ്ടേഷൻ 2016 മുതൽ ബീച്ച് ഫോർ ഓൾ ക്യാമ്പയിൻ എന്ന പേരിലുള്ള ഒരു ഫ്ലാഗ്ഷിപ്പ് ക്യാമ്പയിൻ കേരളം ഒട്ടുക്ക് നടപ്പിലാക്കി വരുന്നത്. ഏകദേശം 32ഓളം ബീച്ച് ഫോർ ഓൾ ക്യാമ്പയിനുകൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു. കേരളത്തിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ ബാരിയർ ഫ്രീ ആൻഡ് ആക്സസിബിൾ കേരള ടൂറിസം എന്ന പദ്ധതി വഴി 38ഓളം ബീച്ചുകൾ ഭിന്നശേഷി സൗഹൃദമായി. അത് പൂർണ്ണമായിട്ടും ഭിന്നശേഷി സൗഹൃദമായിട്ടില്ല എന്നുള്ള വസ്തുത നിലവിലുണ്ട്. ഫണ്ടിന്റെ അപര്യാപ്തത മൂലമാണ്. പക്ഷേ ഇനി വരും വർഷങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ പിന്തുണയും ക്യാമ്പയിന് നമുക്ക് ലഭിക്കും. ഒപ്പം തന്നെ വരും വർഷങ്ങളിൽ സർക്കാർ തന്നെ, കേരള സർക്കാർ കൊണ്ടുവരുന്ന കേരള ഡിസൈൻ പോളിസി എന്ന് പറയുന്ന ഒരു പുതിയൊരു നയം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പം നയത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസും, അത് ബീച്ചുകൾ ഉൾപ്പെടെ ഉള്ള പ്രദേശങ്ങളെല്ലാം ഭിന്നശേഷി സൗഹൃദമാക്കാനായിട്ടുള്ള എല്ലാ നടപടികളുമായിട്ട് KTIL എന്നൊരു ഗവൺമെന്റ് ഏജൻസി, കേരള ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ്, പലരും കേട്ടിരിക്കും, അവര് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ മനസ്സിനെ നമ്മൾ അത്യധികം അഭിനന്ദിക്കുകയാണ്. ഇതിന് മുൻപ് ഞങ്ങൾ ജില്ലാ ഹോസ്പിറ്റലിൻ്റെ ഭാഗമായി കിടപ്പ് രോഗികളെ ഇവിടെ ഒരു ഉല്ലാസയാത്രയ്ക്ക് ഇവിടെ കൊണ്ടുവരികയുണ്ടായി. അന്ന് അവരുടെ സന്തോഷം കണ്ടപ്പോൾ, അതായത് അവർ ഇവിടെ എത്തിയപ്പോൾ
വെയിൽ അവരുടെ മുഖത്തൊക്കെ തട്ടുമ്പോൾ വെയിൽ തട്ടട്ടെ, വെയിൽ കാണാനാണ് ഞങ്ങൾ വന്നതെന്ന് പറയുമ്പോൾ വലിയ പ്രയാസമുണ്ടായി. അപ്പം നമ്മൾ ഒത്തൊരുമിച്ച് നിന്നാൽ എന്തും ഇവിടെ നേടിയെടുക്കാൻ സാധിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡാണ് ഭിന്നശേഷി. കാരണം സമൂഹത്തിൽ ഏറ്റവും പ്രയാസകരമായിട്ടുള്ള കുട്ടികളെയും മറ്റും പരിചരിച്ചു പോരുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്, സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള ബാധ്യതയാണ്. ആ ബാധ്യത ഏറ്റെടുക്കൽ നമ്മുടെയൊക്കെ കർത്തവ്യമാണ്. ഭിന്നശേഷി സംഘാടകർക്ക് എല്ലാവിധ ആശംസകളും നന്ദിയും കടപ്പാടും അറിയിക്കുക. ഭിന്നശേഷിക്കാരെ സംഘടിപ്പിക്കുന്ന കാര്യത്തിൽ പുറത്തൊരു പഞ്ചായത്തും ഒട്ടും പിറകിലല്ല. ഞങ്ങളിപ്പോൾ വാടക സ്കൂളിലാണ്, സ്കൂള് വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വന്തമായി കെട്ടിടത്തിൻ്റെ പണി ഏകദേശം പൂർത്തിയായി. കുറച്ച് സമയം കൂടി അതിൻ്റെ മിനുക്ക് പണികളും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി മാത്രമാണ് ഉള്ളത്. വളരെ വൈകാതെ നമുക്ക് അതിൻ്റെ ഉദ്ഘാടനം നടത്താൻ കഴിയും. അതിലുപരിയുമായിട്ട് എൻ്റെ വളരെ അടുത്ത സുഹൃത്ത് മജീദിൻ്റെ നേതൃത്വത്തിലുള്ള വലിയ രീതിയിലുള്ള ഇടപെടലോട് കൂടിയാണ് ഇത്രയും വലിയൊരു സംഗമത്തിന് നമ്മൾ ഇന്ന് ഇവിടെ സാക്ഷ്യം വഹിക്കുന്നത്.
പാൻ മീഡിയ ന്യൂസ് തിരൂർ.